കേരളത്തിൽ നിലവാരമില്ലാത്ത സ്വകാര്യ ലാബുകളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണം സർക്കാർ ലാബുകളിലെ സൗകര്യമില്ലായ്മ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ MRI മെഷീന് 13 വർഷത്തെ കാലപ്പഴക്കം. മെഷീൻ ഏത് നിമിഷവും പ്രവർത്തനം നിലയ്ക്കുമെന്ന് അധികൃതർ തന്നെ തുറന്നു സമ്മതിക്കുന്ന രേഖകൾ ജനം ടിവിക്ക്. സംസ്ഥാനത്ത് നിലവാരമില്ലാത്ത സ്വകാര്യ ലാബുകളുടെ എണ്ണം കുത്തനെ വർദ്ധിക്കുകയാണ്. ആലപ്പുഴയിൽ നവജാത ശിശുവിന്റെ അസാധാരണ വൈകല്യങ്ങൾ ഗർഭാവസ്ഥയിൽ കണ്ടെത്തുന്നതിൽ വീഴ്ച വരുത്തിയ ലാബുകളുടെ ലൈസൻസ് ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു. സ്വകാര്യ ലാബുകളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണം സർക്കാർ ലാബുകളിലെ സൗകര്യമില്ലായ്മ തന്നെയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ MRI മെഷീന് 13 വർഷത്തെ കാലപ്പഴക്കമാണുള്ളത്. മെഷീൻ ഏത് നിമിഷവും പ്രവർത്തനം നിലയ്ക്കുമെന്ന ആശുപത്രി വികസന സമിതി യോഗത്തിൽ സെക്രട്ടറി തന്നെ തുറന്നു സമ്മതിക്കുന്ന രേഖകളാണിത്. തുടർച്ചയായി MRI മെഷീൻ പ്രവർത്തനരഹിതമാകുന്നത് വഴി ലക്ഷങ്ങളാണ് ചിലവഴിക്കുന്നതെന്നും ഇതുവഴി ചില ഉദ്യോഗസ്ഥർ സാമ്പത്തിക തിരിമറി നടത്തുന്നുവെന്നും പരാതിയുണ്ട്. ഓരോ മാസവും പണി മുടക്കുമ്പോൾ അതിന് 50 ലക്ഷം, 25 ലക്ഷം, 75 ലക്ഷം രൂപയാണ് മെയിൻ്റനൻസിന് വേണ്ടി ചിലവഴിക്കുന്നത്. അത് ആശുപത്രി വികസന സമിതിയിലെ പണമാണ്. ഇത് എല്ലാ മാസവും കൃത്യമായി പണി മുടക്കേണ്ടത് ചില ഉദ്യോഗസ്ഥരുടെ ആവശ്യമാണ്. കാര്യം ആ പണിമുടക്കിലൂടെ മിഷൻ പണിമുടക്കുന്നതിലോടുകൂടി ഇതിൻ്റെ സാമ്പത്തിക ലാഭം കുറേ ഉദ്യോഗസ്ഥർക്കുണ്ടാവുകയാണ്. ഈ കമ്പനിയും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവഹിതമായ ചില ബന്ധങ്ങൾ, കൂട്ടുകെട്ടുകൾ, അങ്ങനെ ഇത് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയുടെ കൂടി ഒരു കാരണമായി തീരുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 1000-ലധികം പേർ പ്രതിദിനം ചികിത്സയ്ക്കെത്തുന്ന SITയിൽ റേഡിയോളജി വിഭാഗം പോലുമില്ല. സംസ്ഥാനത്തെ മറ്റ് സർക്കാർ ആശുപത്രികളുടെ സാഹചര്യവും വ്യത്യസ്തമല്ല. സ്വകാര്യ ലാബുകൾ സംസ്ഥാനത്ത് കൂണുകൾ പോലെ മുളച്ചു പൊന്തുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം സർക്കാർ ആശുപത്രികളിലെ ലാബുകളിൽ അതിന് സൗകര്യമില്ല എന്നത് തന്നെയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ MRI മെഷീന്റെ പഴക്കം 13 വർഷത്തിലധികമാണ്. അടിയന്തരമായ നടപടിയാണ് സർക്കാർ ഈ വിഷയത്തിൽ കൈക്കൊള്ളേണ്ടത്. ക്യാമറമാൻ വിവേകിനൊപ്പം തിരുവനന്തപുരത്തു നിന്നും രശ്മി കാർത്തിക, ജനം.